നേരത്തെ രക്ഷപ്പെട്ട ആ പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാം. എങ്ങോട്ടാണ് രക്ഷപ്പെട്ട് ഓടിയത്, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ നോക്കാം. മനീഷ് മഹിപാല ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. മനീഷ്, കേൾക്കാമോ? പ്രജിൻ, കേൾക്കാം. എന്താ സംഭവം? എന്താണ് സംഭവിച്ചത്? ഈ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് പ്രതി രക്ഷപ്പെട്ടതാണോ? പ്രജിൻ, ഈ പ്രതി വളരെ ബുദ്ധിപൂർവ്വമാണ് ഈ കടന്നു കളഞ്ഞത്. അതായത് തനിക്ക് ശുചിമുറിയിൽ പോകണം, ബാത്റൂമിൽ പോകണമെന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ വന്ന് ആവശ്യപ്പെട്ടു, വിലങ്ങഴിക്കാൻ പോലീസുകാരോട് ആവശ്യപ്പെട്ടു. വിലങ്ങഴിച്ച് ബാത്റൂമിനകത്ത് കയറി. ബാത്റൂമിനകത്തെ ജനാല വഴിയാണ് ഇയാൾ കടന്നു കളഞ്ഞത് എന്ന വിവരമാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നത്. 9:30 സംഭവം ഉണ്ടാകുന്നത്. ഇയാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു. തിരുവനന്തപുരത്തെ സെൻട്രൽ ജയിലിലായിരുന്നു. മറ്റൊരു കേസിൽ ഇയാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്താണ് നാളെ ആലപ്പുഴ രാമങ്കരി കോടതിയിൽ ഇയാളെ ഹാജരാക്കാൻ ഇന്നേ കൊണ്ടുവന്നത്. പോലീസിന്റെ സാധാരണ ഒരു നടപടിയാണ് നാളെ ഹാജരാക്കണമെങ്കിൽ ഇന്ന് ഈ ജില്ലയിലെ ഏതെങ്കിലും സബ് ജയിലിൽ പ്രതിയെ പാർപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ പ്രതിയെ എത്തിച്ച സമയത്താണ് ഈ രീതിയിൽ പ്രതി കടന്നു കളഞ്ഞത്. ആലപ്പുഴ എയർ ക്യാമ്പിലെ 2 പോലീസ് ഉദ്യോഗസ്ഥരാണ് രാവിലെ തിരുവനന്തപുരത്ത് പോയി ഇയാളെ കൊണ്ടുവന്നത്. ഇയാൾ ചാടിക്കടന്ന ശേഷം പോലീസ് ഇപ്പോൾ നഗരത്തിലെമ്പാടും ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇയാളുടെ വീട് പത്തനംതിട്ടയിലാണ്. നേരത്തെ പറഞ്ഞതിലൊരു തിരുത്തുണ്ടായിരുന്നു. ഇയാളുടെ പേര് വിഷ്ണു മഹേഷ് എന്നാണ് നമ്മൾ നേരത്തെ പറയുന്നത്. ഇയാളുടെ പേര് വിഷ്ണു ഉല്ലാസ് എന്നാണ്. 25 വയസ്സാണ്. പത്തനംതിട്ട സ്വദേശിയാണ്. ഇയാൾ രാമങ്കരിയിലെ രാമങ്കരി കോടതി പരിസരത്തെ ഒരു നെടുമുടിയിലെ ഒരു പിടിച്ചുപറി കേസിലെ പ്രതിയാണ്. നാളെ രാമങ്കരി കോടതിയിൽ ഹാജരാക്കേണ്ടതായിരുന്നു. എന്താണെങ്കിൽ ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇപ്പം പോലീസ് എല്ലായിടത്തും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. യെസ്, അപ്പം എന്തായാലും പോലീസ് കാര്യമായി ശ്രമിക്കുന്നുണ്ട്. എവിടെയാണ് വിഷ്ണു ഉല്ലാസ് ഉള്ളത് എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഇതാ ലേഖ എന്ന് പറയുന്നൊരു പ്രേക്ഷക പറയുന്നു, പുഴയോരഴകുള്ള പെണ്ണ് എന്ന പാട്ട് നല്ലൊരു പാടാമോ? പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്, കല്ലും മാലയും മാറിൽ ചാർത്തിയ ചെല്ലക്കൊലുസിട്ട പെണ്ണ്, പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ് എന്ന് പോകുന്നൊരു പാട്ടാണ്. അതോടൊപ്പം സുമേഷ് പറഞ്ഞപ്പോഴത്തെ കുറെ നാളായി കമന്റുകൾ ഇടുന്നു. ഇതുവരെ ആരും വായിച്ചില്ല, ഇന്നെന്റെ കമന്റ് ഒന്നും വായിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ കമന്റ് വായിച്ചു എന്ന് പറയുന്നു. അതോടൊപ്പം ഷാജി പൊയ്കൽ, പ്രവചൻ ആൻഡ് പ്രവിത ഇന്ന് SKനോട് ഈ പരിപാടിയുടെ ടൈം മാറ്റാൻ നിവേദനം കൊടുത്തു. അതിന് മറുപടി SKN തന്നു, തൽക്കാലം ടൈം മാറ്റാൻ പറ്റത്തില്ല എന്ന്. ഇനി എന്ത് ചെയ്യും, ഉറക്കം 1 മണിക്കൂർ കുറയുമല്ലോ, സാരമില്ല എന്ന്. ഇതപ്പോ നിഷാദ് ഒരു കാര്യം പറയുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും വേണ്ടി നിഷാദ് ഒരു കാര്യം പറയുന്നു. എപ്പോഴും നല്ല വ്യക്തിയാവുക അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ട ആവശ്യമില്ല. മനസ്സിൽ നന്മയുള്ളവർ അത് തിരിച്ചറിയും. വ്യക്തിത്വം മറ്റുള്ളവരെ ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് അഭിനയമായി മാറും. പ്രവിത ആൻഡ് പ്രജിൻ സി കണ്ണൻ എന്ന് പറയുന്നത് നിഷാദ് വി ആണ്. നല്ല മെസ്സേജാണ്. അപ്പോൾ അത്തരം ഒരുപാട് മെസ്സേജുകളും. സുലൈമാന്റെ ഒരു കമന്റ് കണ്ടോ? പ്രവിതയ്ക്ക് സൗണ്ട് ക്ലിയർ ഇല്ലാത്തത് കൊണ്ട് നാളെ അവധി ആയിരിക്കുമോ? എങ്കിൽ പിന്നെ നാളെ പ്രവിതയ്ക്ക് പകരം വേറെ ആരെങ്കിലും ആയിരിക്കുമോ എന്നൊക്കെ. എന്റെ പൊന്നോ, ഓടിക്കാൻ ശ്രമിക്കുകയാണോ? ഇല്ല, പ്രവിത നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഈ ഷോയുടെ പേര് തന്നെ അങ്ങനെയല്ലേ, ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത. പ്രവിത ഇല്ലാതെ നമുക്ക് എന്താഘോഷം?